ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഇന്ത്യൻ കിച്ചണിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗരം മസാല. ഇന്ത്യയിൽ തന്നെ പല റീജിയനിലും പല രീതിയിലാണ് ഗരം മസാലയുടെ ഫ്ലേവർ. ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊപ്പോർഷനിലുള്ള വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ നാടൻ ഗരം മസാലയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന ഞാൻ യൂസ് ചെയ്യുന്ന ഗരം മസാലയുടെ റെസിപ്പിയാണ്. ഒരു പാനിലേക്ക് ഒരു പീസ് കറുവപ്പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 15 കുരുമുളക്, 1 ജാതിപത്രി, 1 ജാതിക്കയുടെ പകുതി പീസ്, 2 തണ്ട് കറിവേപ്പില, 1 ബേ ലീഫ്. ഇനി ഇതെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ചിലർ വെയിലത്ത് വെച്ച് ചൂടാക്കി പൊടിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പം ഈ സ്പൈസസിൻ്റെ ഒക്കെ ഒത്തൻറ്റിക് ഫ്ലേവർ കിട്ടില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതുപോലെ ചൂടാക്കി പൊടിക്കുമ്പം അടിപൊളിയാണ്. ഇനി ഇത് ഒരുമിച്ചല്ലാതെ ഓരോ സ്പൈസസും സെപ്പറേറ്റ് ആയി ചൂടാക്കി എടുത്താലും മതി. ബിഗിനേഴ്സിന് അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട്. ഇതിപ്പം പറയുവാണെങ്കിൽ 1 kg ചിക്കനിലേക്കുള്ള ഗരം മസാലയുടെ മെഷറാണ് കേട്ടോ. യൂഷ്വലി എല്ലാവരും അറ്റ് എ ടൈം കുറച്ചധികം ഉണ്ടാക്കി വെക്കാറുണ്ട്. അതാവുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ലല്ലോ. ചൂടാക്കുമ്പം മസാലയുടെ ഫ്ലേവർ ഇങ്ങനെ എൻഹാൻസ് ചെയ്യും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ചൂടോടെ തന്നെ മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് പൊടിച്ചെടുക്കുക. ഒത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജിലൂടെയോ ഒക്കെ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.